Hello everyone, welcome to Masterminds online classes. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തേ? ഫങ്ഷൻസ് ഓഫ് മണിയാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ? അപ്പോൾ ഈ യൂണിറ്റിൽ നമ്മൾ ലാസ്റ്റ് പാർട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, വിച്ച് ഈസ് സിഗ്നിഫിക്കൻസ് ഓഫ് മണി. എന്താണ് പണത്തിൻ്റെ പ്രാധാന്യം എന്നാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ് പണത്തിൻ്റെ പ്രാധാന്യം? ഇത്രയും ഫങ്ഷൻസ് ഒക്കെ പഠിച്ച് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അല്ലേ? പണമില്ലാത്ത ഒരു എക്കോണമിയെ കുറിച്ച് ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ ഡിജിറ്റൽ കറൻസിയിലേക്കും ഡിജിറ്റൽ വേൾഡിലേക്കൊക്കെ മാറിയ സ്ഥിതിക്ക് പണം എന്നൊരു കോൺസെപ്റ്റ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയി വരികയാണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പണത്തിൻ്റെ പ്രാധാന്യം എന്ന് നോക്കാം. ഓക്കെ, വാട്ട് ആർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് മണി? In the modern economy, money occupies everything. നമ്മുടെ ഇന്നത്തെ ഒരു കാലത്ത് പണമാണ് എല്ലാം, അല്ലെങ്കിൽ പണമില്ലാതെ നമ്മുടെ ഒരു ആവശ്യങ്ങളും നിറവേറ്റാനാവില്ല എന്നൊരവസ്ഥ വന്നിരിക്കുകയാണ് അല്ലേ? സെക്കൻഡ് പോയിന്റ്, ഇൻ എ മണി സിസ്റ്റം എവറി എക്കണോമിക് ആക്ടിവിറ്റി ഈസ് ഫണ്ടമെന്റലി ഫ്രം വാട്ട് ഇറ്റ് വുഡ് ഹാവ് ബീൻ എക്കോണമി. അതായത് ഇന്നത്തെ നമ്മുടെ ഒരു മോണിറ്ററി എക്കോണമിയിൽ എല്ലാ കാര്യങ്ങളും നിറവേറിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പണം, മണി വെച്ചിട്ടാണ്. ഓക്കെ, ഓൾ ആസ്പെക്ട് ഓഫ് സച്ച് ആസ് കൺസംഷൻ, economic production and distribution, economic welfare have been impacted by money. നമ്മുടെ എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളും, അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം കൺസ്യൂം ചെയ്യാണ്, വാങ്ങുകയാണെങ്കിലും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിലും, അല്ലെങ്കിൽ എന്തെങ്കിലും വെൽഫെയറിൻ്റെ നമ്മളെ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ അല്ലേ, നമ്മുടെ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളായിക്കോട്ടെ, എല്ലാം എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും? നമ്മുടെ മണിയെ ബേസ് ചെയ്തിട്ടാണ്, അതായത് പണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ദ സിഗ്നിഫിക്കൻസ് ഓഫ് മണി ആർ ദ ഫോളോവിങ്. അതുകൊണ്ട് തന്നെ പണത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് താഴെ പറയുന്നവയാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. മണി ഹെൽപ്സ് us to avoid ഡബിൾ കോയിൻസിഡൻസ് ഓഫ് ഫണ്ട്. നമ്മൾ ഫങ്ഷൻസ് ഓഫ് മണി പറഞ്ഞതാണ് അല്ലേ? എന്താണ് ഡബിൾ കോയിൻസിഡൻസ് ഓഫ് ഫണ്ട്സ് എന്ന്? എന്താ ഡബിൾ കോയിൻസിഡൻസ് ഓഫ് ഫണ്ട്? അതായത് ബാർട്ടർ സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകതയായിരുന്നു ഡബിൾ കോയിൻസിഡൻസ് ഓഫ് ഫണ്ട്സ് എന്നല്ലേ? ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക പ്രവർത്തനം നന്നായി നടക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? രണ്ടാളുകളുടെ ആവശ്യങ്ങൾ പരസ്പരം കോയിൻസൈഡ് ചെയ്യണം, അല്ലെങ്കിൽ പരസ്പരം ഓപ്പോസിറ്റ് ആവണം, അല്ലെങ്കിൽ കോംപ്ലിമെന്റ് ചെയ്യുന്നതായിരിക്കണം അല്ലേ? നമ്മൾ പറഞ്ഞു, ഒരു വെജിറ്റബിൾകാരൻ്റെയും ഒരു ആപ്പിൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുടെ ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു അല്ലേ? അയാൾ ആപ്പിൾ പ്രൊഡ്യൂസ് ചെയ്യാണ്, മാത്രമല്ല അയാൾക്ക് എന്ത് വേണം? വെജിറ്റബിൾ വേണം. വേറൊരാൾ എന്താണ്? വെജിറ്റബിൾ ഉണ്ടാക്കുകയാണ്, അയാൾക്ക് ആപ്പിൾ വേണം. അപ്പോൾ ഇങ്ങനെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള വാണ്ട്സ് ഉള്ള ആളുകൾ തമ്മിൽ യോജിച്ചാൽ മാത്രമേ ബാർട്ടർ സിസ്റ്റം, അല്ലെങ്കിൽ പണം ഇല്ലെങ്കിൽ എന്ത് നടക്കുള്ളൂ? ഒരു ട്രാൻസാക്ഷൻ നടക്കുള്ളൂ. ഇപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ നമുക്കില്ല അല്ലേ? പണം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഏത് ആഗ്രഹവും എന്താണ്? പണം കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോണിറ്ററി ആയിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യും? സാധിക്കാൻ പറ്റും. അതായത് നമ്മൾ സാധനങ്ങളും സേവനങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പണം കൊടുത്തിട്ട് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നു. ഓക്കെ, മണി ഗിവ്സ് ആസ് ദ എബിലിറ്റി ടു കമ്പയർ ഡിഫറെൻറ്റ് പ്രൈസിങ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് റിലേറ്റഡ് ടു വൺ അനദർ. മാത്രമല്ല, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില നമുക്ക് താരതമ്യം ചെയ്യാൻ എന്ത് മുഖേന സാധിക്കുന്നു? പണമുള്ളത് കൊണ്ട് സാധിക്കുന്നു. ഇതൊക്കെ നമ്മൾ ഫങ്ഷൻസിൽ പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ് അല്ലേ? അപ്പോൾ നമുക്ക് എളുപ്പമായി ഫങ്ഷൻസ് പഠിച്ചാൽ എന്താ? സിഗ്നിഫിക്കൻസും എഴുതാൻ പറ്റും. ഓക്കെ, മണി allowed for the comparison of prices of various commodities and services in a single unit. ഒരു യൂണിറ്റിലുള്ള വ്യത്യസ്ത സാധനങ്ങളുടെ പ്രൈസുകൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ, താരതമ്യപ്പെടുത്തി ഏറ്റവും നമ്മുടെ പ്രൈസിന്, നമ്മുടെ കയ്യിലുള്ള ഒരു വരുമാനത്തിന് അനുയോജ്യമായിട്ടുള്ള, അതായത് നമുക്ക് വാങ്ങാൻ ശേഷിയുള്ള, അതായത് നമുക്ക് വരുമാനം എല്ലാവർക്കും അൺലിമിറ്റഡ് അല്ല അല്ലേ? ഓരോരുത്തർക്കും ഓരോ വരുമാന പരിധി ഉണ്ടാവും. അപ്പോൾ നമ്മുടെ പരിധിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന സാധനങ്ങളും സേവനങ്ങളൊക്കെ നമുക്ക് വാങ്ങാനും, അതുപോലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയൊക്കെ വില തമ്മിൽ താരതമ്യം ചെയ്യാനും ഒക്കെ നമ്മളെ എന്ത് സഹായിക്കുന്നുണ്ട്? പണം സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഫോർ ഇൻസ്റ്റൻസ്, ഇഫ് യു ആർ എ ഡോക്ടർ, ഉദാഹരണത്തിന് നമ്മളൊരു ഡോക്ടറാണെന്ന് വിചാരിക്കുക, പ്രൊവൈഡിങ് യുവർ സർവീസസ്, you simply need to know money and prices of those services and the prices of goods and services you purchase. You need not know comprehensive inventory of all the goods that are being offered as a part of the prices of your service. എക്സാമ്പിളാണ്, ഇവിടെ ഒരു എക്സാമ്പിളാണ് പറഞ്ഞിട്ടുള്ളത്.
സപ്പോസ് നിങ്ങളൊരു ഡോക്ടറാണെന്ന് വിചാരിക്കുക. നമുക്ക് എന്തിൻ്റെയൊക്കെ പ്രൈസസ് അറിഞ്ഞാൽ മതി? നമ്മുടെ പ്രൊഫഷൻ, അതായത് നിങ്ങൾ നൽകുന്ന സർവീസിൻ്റെ, നിങ്ങൾ നൽകുന്ന സേവനം ഏതാണോ, ഇപ്പോൾ ഡോക്ടറാണെങ്കിൽ ആ ഡോക്ടറിൻ്റെ ഫീൽഡിന് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസസ്, സേവനങ്ങളുടെ വില എന്താണ് എന്ന് മാത്രം, അല്ലെങ്കിൽ മരുന്നിൻ്റെ നിങ്ങൾ നൽകുന്നപ്പോൾ നിങ്ങൾ എന്താണ് കണ്ണ് ഡോക്ടറാണ്, അല്ലെങ്കിൽ എന്താണ് ഒപ്റ്റോമെട്രിസ്റ്റ് ആണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തറിഞ്ഞാൽ മതി? ആ ഒരു ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അറിഞ്ഞാൽ മതി. എല്ലാ ഡോക്ടേഴ്സിൻ്റെയും, സർജന്മാരുടെയും, അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സിൻ്റെ എല്ലാവരുടെയും സർവീസ് നിങ്ങൾ അറിയണമെന്നില്ല അല്ലേ? അപ്പോൾ നിങ്ങൾ ഏതിലാണോ ഫോക്കസ്ഡ് ആയിട്ടുള്ളത് അതിൻ്റെ പ്രൈസും അതിൻ്റെ ആ സർവീസിൻ്റെ പ്രൈസ് എത്രയാണെന്നുള്ളത് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. അപ്പോൾ അത് പണം ഉള്ളതുകൊണ്ടുള്ള ഒരു മെച്ചമാണ് അല്ലേ? അല്ലാതെ നമ്മുടെ ഫീൽഡുമായി ബന്ധപ്പെട്ട, ഇപ്പോൾ നമ്മൾ ഡോക്ടറാണെന്ന് വിചാരിച്ച് നമ്മൾ കണ്ണ് ഡോക്ടറാണ് അല്ലേ, കണ്ണുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് അറിഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളുടെയൊക്കെ വില നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന് നിർബന്ധം ഇല്ല. അപ്പോൾ ഇത് പണം വെച്ചിട്ട്, പണം വന്നതുകൊണ്ടുള്ള നമുക്കുള്ള ഒരു ഉപകാരമാണ്. രണ്ടാമത്തെ സിഗ്നിഫിക്കൻസ്, രണ്ടാമത്തെ പ്രാധാന്യം എന്താ? മണി ഫെസിലിറ്റേറ്റ് എക്സ്ചേഞ്ച്. സാധനങ്ങളും സേവനങ്ങളൊക്കെ എന്താ കൈമാറ്റം ചെയ്യുന്നതിന് പണം വളരെ വലിയ പങ്ക് വഹിക്കുന്നു. മണി ആക്ട് ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെന്റ് അല്ലേ? പണം എന്തായിട്ട് പ്രവർത്തിക്കുന്നു? ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, സാധനങ്ങളും സേവനങ്ങളൊക്കെ കൈമാറ്റം ചെയ്യുന്നതിനുള്ള ഒരു മീഡിയമായിട്ട് പ്രവർത്തിക്കുന്നു. മാത്രമല്ല സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെന്റ്. നമ്മൾ എന്താ ഡിഫേർഡ് പേയ്മെന്റ് പറഞ്ഞേ? വൈകിയുള്ള പേയ്മെന്റ്സ് അല്ലേ? ഇപ്പോൾ നമ്മൾ ലോണൊക്കെ വാങ്ങും, അതുപോലെ EMI-ക്കൊക്കെ സാധനങ്ങൾ വാങ്ങുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നീട് അടച്ചാൽ മതി എന്നുള്ള ഒരു കണ്ടീഷൻ നമുക്ക് വർക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? പണം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അവിടെ ഉള്ളത് കൊണ്ടാണ് അല്ലേ? മാത്രമല്ല സ്റ്റോർ ഓഫ് വാല്യൂ, നമുക്ക് ഒരു സാധനം സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന മൂല്യമുള്ളതാണ് എന്ത്? പണം എന്ന് പറയുന്നത്. ആൻഡ് അതർ ഫങ്ഷൻസ് ദാറ്റ് മേക്ക് ഇറ്റ് ക്രൂഷ്യൽ ഫോർ ട്രേഡ് ആൻഡ് ഇൻവോൾവ്സ് എക്സ്ചേഞ്ച് ഫോർ എക്കണോമിക് ഗ്രോത്ത്. അതായത് ഇത്തരം ഫങ്ഷൻസ് ഒക്കെ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ഒരു മോഡേൺ എക്കോണമിയിൽ പണം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വ്യാപാരം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സാധനങ്ങളും സേവനങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? കൈമാറുന്നതിന് വളരെ ഈസിയാക്കി എന്നാണ് പറയുന്നത്. The double coincidence of want and universal standard value that existed in the barter system have been eliminated by money. ബാർട്ടർ സിസ്റ്റത്തിനുണ്ടായിരുന്ന പ്രശ്നമായിട്ടുള്ള ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാണ്ട് ഒക്കെ എന്ത് വെച്ച് ഒഴിവായി? പണം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വന്നതോടുകൂടി ഒഴിവായി. ഓക്കെ, വിച്ച് ഹാസ് എയ്ഡഡ് ഗ്ലോബൽ എക്കണോമിക് ഗ്രോത്ത് ഓഫ് നാഷൻസ്. അതുകൊണ്ട് തന്നെ ഇത് എന്തിന് കാരണമായി? നമ്മുടെ രാജ്യങ്ങളുടെയൊക്കെ എക്കണോമിക് ഗ്രോത്തിന്, സാമ്പത്തിക വളർച്ചയ്ക്ക് കാരണമായി. വിതൗട്ട് മണി ട്രേഡ് ആൻഡ് എക്സ്ചേഞ്ച് വുഡ് ഹാവ് ബീൻ വെരി ഇൻഫ്രീക്വൻറ്റ്. പണമില്ലായിരുന്നെങ്കിൽ നമ്മുടെ ഈ വ്യാപാരം, ഇന്നുള്ള കച്ചവടങ്ങളോ വ്യാപാര സ്ഥാപനങ്ങളോ ഇതൊന്നും ഇൻഫ്രീക്വൻ്റ് ആയിരിക്കും, ഇതൊന്നും ശരിക്ക് നടക്കുമായിരുന്നില്ല. മാത്രമല്ല കൂടുതലായി നടക്കുകയും ചെയ്യില്ല. ആൻഡ് ടൈം എനർജി കൺസ്യൂമിങ്. മാത്രമല്ല ഇവയ്ക്ക് എന്ത് ചെയ്യും? ടൈമും എനർജിയും, നമ്മളെ സമയനഷ്ടം ഉണ്ടായിരിക്കും. അതുപോലെ നമ്മൾ ഒരുപാട് എഫേർട്ട് എടുക്കണം അല്ലേ? ഇപ്പോൾ ബാർട്ടർ സിസ്റ്റത്തിലാണെങ്കിൽ നമ്മളൊരു ട്രാൻസാക്ഷൻ നടത്തണമെങ്കിൽ ഒരാളെ, നമ്മളെ നീഡിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരാളെ കണ്ടെത്തി സെർച്ച് ചെയ്ത് നടക്കണം അല്ലേ? അപ്പോൾ നമ്മൾ ഈ കണ്ടെത്താനുള്ള കോസ്റ്റും, അതുപോലെ തന്നെ നമ്മൾ ടൈമും എനർജി, നമ്മളെ ഊർജ്ജം ഒക്കെ നമ്മൾ ഒരുപാട് വെറുതെ കളയേണ്ടി വരുന്നു. പണം ഉള്ളത് കൊണ്ട് എന്താ നമുക്ക് അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഇന്നത്തെ കാലത്ത് ഇല്ല. ഓക്കെ, മണി ഹെൽപ്സ് ദ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ച്. അതുകൊണ്ട് തന്നെ സാധനങ്ങളും സേവനങ്ങളും എന്താ വളരെ എളുപ്പത്തിൽ കൈമാറുന്നതിന് പണം നമ്മളെ സഹായിക്കുന്നു. അടുത്ത പോയിന്റ് നോക്കൂ. മണി പ്രൊമോട്ട് സ്പെഷ്യലൈസേഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി. പണം എന്തിനു സഹായിക്കുന്നു? സ്പെഷ്യലൈസേഷനും പ്രൊഡക്ടിവിറ്റിക്കും സഹായിക്കുന്നു. എന്താ പ്രൊഡക്ടിവിറ്റി? ഉൽപാദനക്ഷമത. എന്താ സ്പെഷ്യലൈസേഷൻ? നമുക്ക് ഏറ്റവും ചീപ്പായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വില കുറച്ച് അല്ലെങ്കിൽ ചെലവ് കുറച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങൾ സേവനങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അതിപ്പോൾ ഓരോ രാജ്യത്തിനനുസരിച്ചും അല്ലെങ്കിൽ ഓരോ പ്രദേശത്തിനനുസരിച്ചും അതിൻ്റെ ക്ലൈമറ്റിനനുസരിച്ചും അതിൻ്റെ ജോഗ്രഫിക്ക് അനുസരിച്ചൊക്കെ വ്യത്യസ്തമായിരിക്കും അല്ലേ? അപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഏറ്റവും നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം എന്നില്ല നമ്മുടെ രാജ്യങ്ങളിൽ ഏറ്റവും ചിലവ് കുറച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അത്രയേ ഉള്ളൂ. ഓരോ രാജ്യത്തും അല്ലെങ്കിൽ ഓരോ സ്ഥലം അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർക്ക് ഏറ്റവും ചിലവ് കുറച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനത്തിൽ ഒന്ന് ഫോക്കസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുക. എല്ലാ സാധനങ്ങളും ഉൽപ്പാദിപ്പിക്കാതെ തങ്ങൾക്ക് ഏറ്റവും ചിലവ് കുറച്ച് ഏതാണോ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് അതിൽ ഫോക്കസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പണമുള്ളത് കൊണ്ട് എന്ത് നടക്കുന്നുണ്ട്? സ്പെഷ്യലൈസേഷനും അതുപോലെ പ്രൊഡക്ടിവിറ്റി, ഉൽപാദനക്ഷമതയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നാണ്. എങ്ങനെയെന്ന് നോക്കാം.
Money has significant role in modern economies because it encourages specialization and production through division of labor. പണം നമ്മുടെ മോഡേൺ എക്കോണമീസ് അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനപ്പെട്ട സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു പങ്ക് വഹിക്കുന്നുണ്ട്. എന്തിൽ? സ്പെഷ്യലൈസേഷനും പ്രൊഡക്ഷനും ത്രൂ ഡിവിഷൻ ഓഫ് ലേബർ. അതുപോലെ ഡിവിഷൻ ഓഫ് ലേബറും തൊഴിലാളികളെ വിഭജിച്ചുകൊണ്ടും അതുപോലെ തന്നെ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ടും ഏതെങ്കിലും ഒരു സാധനത്തിൽ ഫോക്കസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുക അല്ലേ, അതാണ് സ്പെഷ്യലൈസേഷൻ. അങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടും നമ്മുടെ എക്കോണമീസിനെ, സമ്പദ് വ്യവസ്ഥകളുടെ വികാസത്തിന് അല്ലെങ്കിൽ വളർച്ചയ്ക്ക്, ഇക്കണോമിക് ഗ്രോത്തിന് എന്ത് സഹായിക്കുന്നുണ്ട്? മണി സഹായിക്കുന്നുണ്ട്. Exchanging goods and services was very challenging when there was no money. പണം ഇല്ലാതിരുന്ന സമയത്ത് നമുക്കറിയാം സാധനങ്ങളും സേവനങ്ങളും എക്സ്ചേഞ്ച് ചെയ്യാന്നുള്ളത് വളരെ ചാലഞ്ചിങ് ആയിരുന്നു, ബുദ്ധിമുട്ടേറിയ ഒരു പ്രക്രിയ ആയിരുന്നു. The largest issue with the specialization and division of labor among people and nation was this. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പണം ഇല്ലാതിരുന്ന ഒരു സമയത്ത് സ്പെഷ്യലൈസേഷനും പ്രൊഡക്ടിവിറ്റിയും ഒക്കെ സാധ്യമാണോ? ആണോ? എന്താ സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു രാജ്യം തങ്ങൾക്ക് ഏറ്റവും ചിലവ് കുറച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നതാണല്ലോ സ്പെഷ്യലൈസേഷൻ. എന്നാൽ പണം ഇല്ലാതിരുന്ന ഒരു കാലത്ത്, അല്ലെങ്കിൽ പണം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടാകുന്നതിന് മുമ്പ് ആളുകളും അല്ലെങ്കിൽ നാഷൻസും ഒക്കെ അങ്ങനെ സ്പെഷ്യലൈസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്താലുള്ള പ്രത്യേകത എന്താ? നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നടക്കണം അല്ലേ. നമ്മൾ വീട്ടിലേക്കാണെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? വെജിറ്റബിൾസ് മാത്രം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്താൽ മതിയോ? പോരാ അല്ലേ. നമുക്ക് ഗ്രോസറീസ് വേറെ പല സാധനങ്ങളും ആവശ്യം ഉണ്ടാവും. നമുക്ക് മില്ലറ്റ്സ്, ധാന്യങ്ങൾ വേണ്ടി വരും, അരി, ഗോതമ്പ്, അങ്ങനെ പല സാധനങ്ങളും വേണ്ടി വരും. അപ്പോൾ വെജിറ്റബിൾസിൽ മാത്രം ഒരാൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്താൽ അയാളുടെ വീട്ടിൽ എന്തേ കിട്ടുള്ളൂ? വെജിറ്റബിൾസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി സാധനങ്ങൾ ആവശ്യമുണ്ട് അല്ലേ. അപ്പോൾ മാത്രമല്ല അരി, ഗോതമ്പ് മുതലായ സാധനങ്ങൾ, മല്ലിപ്പൊടി, മുളക് പൊടി, അങ്ങനത്തെ വീട്ടിൽ ആവശ്യമായ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ കിട്ടണമെങ്കിൽ അയാൾ എന്ത് ചെയ്യേണ്ടി വരും? അയാൾക്ക് വെജിറ്റബിൾ കൊടുത്ത് അതിന് പകരമായിട്ട് അയാൾക്ക് എന്ത് കിട്ടണം? ഈ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടുന്ന എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള നീഡുള്ള വേറൊരാൾ അന്വേഷിച്ച് നടക്കണ്ടേ? കാരണം പണമല്ലല്ലോ. അപ്പോൾ ഒരു ട്രേഡ് നടക്കണമെങ്കിൽ എന്ത് സ്പെഷ്യലൈസേഷൻ ഒക്കെ നടത്തിയാൽ എന്താ സംഭവം? നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറൂല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പണം എന്ന ഒരു കോൺസെപ്റ്റ് ഇല്ലാതിരുന്ന ഒരു കാലത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? എല്ലാ ഗുഡ്സും എല്ലാ പ്രൊഡക്ട്സും നമ്മൾ എന്ത് ചെയ്യണം? പ്രൊഡ്യൂസ് ചെയ്യണം. കാരണം എന്നാൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത സാധനം വെച്ച് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാൻ ആൾക്കാരെ അന്വേഷിച്ച് നടക്കേണ്ട ഒരു അവസ്ഥ വരും. എന്നാൽ പണം ഉള്ളത് കൊണ്ട് എന്താ? നമുക്ക് സ്പെഷ്യലൈസേഷൻ പോസിബിൾ ആണ്. കാരണം നമ്മളിപ്പോൾ വെജിറ്റബിൾസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് സ്പെഷ്യലൈസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങാടി കൊണ്ടുപോയിട്ട് എന്താ ഈ വെജിറ്റബിൾസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാഷ് ആക്കി മാറ്റാൻ പറ്റും. ആ ക്യാഷിന് നമുക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങിക്കൂടെ? എന്നാൽ പണം ഇല്ലാതിരുന്ന സമയത്ത് അത് പോസിബിൾ ആയിരുന്നില്ല. അപ്പോൾ പണം എന്ത് പ്രൊമോട്ട് ചെയ്യുന്നു? സ്പെഷ്യലൈസേഷനും പ്രൊഡക്ടിവിറ്റിയും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. By facilitating exchange and trade of commodities and services which resulted in the increase of production. ഇതെന്തിന് കാരണമായി? ഇങ്ങനെ സ്പെഷ്യലൈസേഷനും പ്രൊഡക്ടിവിറ്റിയും ഉൽപാദനക്ഷമതയും അതുപോലെ സ്പെഷ്യലൈസേഷനും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ എന്ത് സംഭവിച്ചു? പ്രൊഡക്ഷൻ കൂടി. ആളുകളുടെയും നാഷൻസിൻ്റെയും പ്രൊഡ്യൂസേഴ്സിൻ്റെ ഒക്കെ എന്ത് പ്രൊഡക്ഷൻ, ഉൽപാദനം വർദ്ധിച്ചു. മാത്രമല്ല മണി ക്രിയേറ്റഡ് കണ്ടീഷൻസ് ഫോർ സ്പെഷ്യലൈസേഷൻ. പണം എന്ത് ചെയ്തു? സ്പെഷ്യലൈസേഷൻ ചെയ്താലും ഇനി പ്രശ്നമില്ല എന്നൊരവസ്ഥയിലേക്ക് നയിച്ചു. ഓക്കെ, സ്പെഷ്യലൈസ് ചെയ്താലും എന്ത് സംഭവിക്കില്ല? നമ്മുടെ ആവശ്യത്തിലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടുമെന്നുള്ളൊരു കണ്ടീഷൻ വെച്ചു. ഓക്കെ, അപ്പോൾ മണി പ്രൊമോട്ട്സ് സ്പെഷ്യലൈസേഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി. ഫോർത്ത് വൺ, മണി പ്രൊമോട്ട്സ് സേവിങ്സ്. ആളുകളിൽ സമ്പാദ്യശീലം വളർത്തുന്നു. എന്താണ് സമ്പാദ്യശീലം വളർത്താൻ പണം എങ്ങനെ സഹായിക്കുക? സിമ്പിളാണ് അല്ലേ. നമ്മൾ പണത്തിൻ്റെ ഫംഗ്ഷൻ പറഞ്ഞിരുന്നു. പണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും, സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസോ വേറെ എന്ത് സാധനം ആയിക്കോട്ടെ കാലം കഴിയുന്തോറും എന്ത് സംഭവിക്കും? അതൊന്നെങ്കിൽ കേട് വരും അല്ലെങ്കിൽ തേയ്മാനം സംഭവിക്കുകയൊക്കെ ചെയ്യും. പണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? നമ്മളെ ഫ്യൂച്ചർ പർപ്പസിന് വേണ്ടി, ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളൊരു രീതിക്ക് നമുക്ക് സാധനങ്ങളും സേവനങ്ങളും ഭാവിയിൽ വാങ്ങാൻ വേണ്ടി നമുക്ക് ഇപ്പോഴെന്ത് ചെയ്യാൻ പറ്റും? സേവ് ചെയ്ത് വെക്കാൻ പറ്റും അല്ലേ. സൂക്ഷിച്ച് വെക്കാൻ സഹായിക്കുന്നു. എങ്ങനെ?
Saving is now significantly easier than it was during barter system. Barter സിസ്റ്റത്തിലുള്ളതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് പണം സൂക്ഷിച്ചു വെക്കാൻ സാധിക്കുന്നു. An increase in savings encourage an increase in investment. അങ്ങനെ ആളുകളിൽ കൂടുതലായിട്ട് സമ്പാദ്യശീലം വളർത്തിയാൽ ഇത് എന്തിന് കാരണമാകുന്നു? നിക്ഷേപം, ഇൻവെസ്റ്റ്മെന്റ് കൂടുന്നതിന് കാരണമാകുന്നു. Which supports a nation's economic growth. ഇത് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് കാരണമാകും. അപ്പോൾ കുറേ ആളുകൾ എന്ത് ചെയ്യുന്നു? സമ്പാദിക്കുന്നു. എന്നിട്ട് ഇവരെന്ത് ചെയ്യുന്നു? ബാങ്കുകളിലും അതുപോലെയുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ എന്ത് ചെയ്യും? കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കും അല്ലേ? ഇങ്ങനെ ആളുകളിലുള്ള ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ നിക്ഷേപം വർദ്ധിക്കുന്നതിലൂടെ എന്ത് സംഭവിക്കുന്നു? ഇത് നമ്മുടെ നാഷന്റെ ഡെവലപ്മെന്റിനും ഗ്രോത്തിനും ഒക്കെ സഹായിക്കുന്നു. ഓക്കെ, the availability of more money has made borrowing and lending considerably simple. പണം ഉള്ളത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ബോറോവിങ്, ലെൻഡിങ്, അതായത് കടം വാങ്ങലും കടം കൊടുക്കലും ആ ഒരു പ്രോസസ്സ് എളുപ്പമാക്കിയത് എന്താണ്? പണമാണ്. പണം ഉള്ളത് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കടം കൊടുത്താലും നാളെയോ മറ്റന്നാളെയോ അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും കിട്ടും എന്നുള്ളൊരു എളുപ്പത്തിൽ ആക്കി അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ, which has enabled both productivity and consumption in economy. അതുകൊണ്ട് തന്നെ നമ്മുടെ എക്കോണമിയിൽ പ്രൊഡക്ടിവിറ്റി, ഉൽപാദനം ക്ഷമത, അതായത് എളുപ്പത്തിൽ ഉൽപ്പാദിപ്പിക്കാനും അതുപോലെ തന്നെ ഉപഭോഗം, കൺസംഷൻ, ഉപയോഗവും ഒക്കെ എന്ത് ചെയ്തു? വർദ്ധിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ പണമുള്ളത് കൊണ്ട് ആളുകൾക്കിടയിൽ പ്രൊഡക്ഷൻ എന്ന സംഭവം കൂടി, മാത്രമല്ല ആളുകൾ നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിക് ഗ്രോത്തിന്, സാമ്പത്തിക വളർച്ചയ്ക്കും അത് കാരണമായി. ഓക്കെ, സേവിങ്സ് എനേബിൾ ഇൻവെസ്റ്റ്മെന്റ് which increases the pace of capital accumulation. നമ്മൾ പറഞ്ഞു കുറേ ആളുകൾ എന്ത് ചെയ്യും? സേവ് ചെയ്ത് ബാങ്കുകളിലൊക്കെ പണം നിക്ഷേപിക്കുകയാണെങ്കിൽ ആ പണം ഉപയോഗിച്ചിട്ട് ആർക്കൊക്കെ ഈ ബാങ്കുകൾ എന്താ ചെയ്യുക? നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒക്കെ ഇടുന്ന ക്യാഷ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? ബാക്കിയുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ എന്ത് ചെയ്യും? ലോൺ കൊടുക്കും അല്ലേ? ഇപ്പോൾ ഒരു ബിസിനസ്സിന് ആവശ്യത്തിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിനോ ഒക്കെ നമ്മുടെ സേവിങ്സ്, ആളുകൾ ബാങ്കിൽ കൊണ്ടുപോയിട്ട സേവിങ്സ് എന്ത് ചെയ്യും? അവർ ലോണായിട്ട് ബാക്കിയുള്ള ആളുകൾക്ക് അവരുടെ ആവശ്യം നിറവേറ്റാൻ സഹായിക്കുന്നു. ഇപ്പോൾ ഒരു കമ്പനി തുടങ്ങാൻ ഒരാൾക്ക് ലോൺ വേണം. അപ്പോൾ അയാൾ ബാങ്കിനെ സമീപിച്ചു. അപ്പോൾ ഒരുപാട് ആളുകളുടെ സേവിങ്സ് അവിടെ ഉണ്ടല്ലേ, ആ ബാങ്കിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ബാങ്ക് എന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് കുറച്ച് എമൗണ്ട് എടുത്തിട്ട് എന്ത് ചെയ്തു? ഇയാൾക്ക് ലോണായിട്ട് കൊടുത്തു. ഇയാൾക്ക് ലോണായിട്ട് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കമ്പനി സ്റ്റാർട്ട് ചെയ്താൽ സംഭവിക്കും, അയാൾ കമ്പനി തുടങ്ങി, ഒരുപാട് ആൾക്കാർക്ക് ജോലി കൊടുത്തു. അങ്ങനെ ആ കമ്പനി ലാഭത്തിലായി. അപ്പോൾ ആർക്കൊക്കെ ഗുണം കിട്ടി? കമ്പനിക്ക് ലാഭം കിട്ടി, പിന്നെ ബാങ്കിന് പൈസ, ലോൺ, അയാളുടെ കമ്പനി പ്രോഫിറ്റബിൾ ആയ എന്താ സംഭവിക്കുക? ബാങ്കിന് കൊടുത്ത ഈ പ്രോഫിറ്റ് എന്ത് ചെയ്തു? തിരിച്ചു കിട്ടി. മാത്രമല്ല എന്താ, ഈ നിക്ഷേപിച്ച സേവർക്ക് എന്ത് കിട്ടും? പണം നിക്ഷേപിച്ച ആൾക്ക് എന്ത് കിട്ടും? മാസാമാസം എന്ത് ചെയ്യും? പലിശ അയാളുടെ ബാങ്കിൽ വരും അല്ലേ? അയാൾ നിക്ഷേപിച്ച തുകയ്ക്ക് അനുസരിച്ചുള്ള പലിശ അയാൾക്കും കിട്ടി. അപ്പോൾ എല്ലാവർക്കും ഗുണകരമായിരിക്കും. മാത്രമല്ല കുറേ ആളുകൾക്ക് എന്ത് ചെയ്തു? കമ്പനി തുടങ്ങിയോണ്ട് പുതിയ കുറേ ആളുകൾക്ക് എന്ത് ചെയ്തു? ജോലി കിട്ടി. അപ്പോൾ അങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ തൊഴിലില്ലായ്മയൊക്കെ കുറച്ച് കുറയും. അപ്പോൾ അങ്ങനെ ഒരുപാട് കമ്പനികൾ ഇങ്ങനെ രാജ്യത്തുണ്ടാകുമ്പോൾ അങ്ങനെ തൊഴിലില്ലായ്മയൊക്കെ കുറയും അല്ലേ? അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മൾ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ, ആളുകളിൽ സമ്പാദ്യശീലം വളർത്തുന്നത് എന്തിനൊക്കെ കാരണമാകുന്നു? നിക്ഷേപം കൂടാനും ക്യാപിറ്റൽ അക്യുമുലേഷനും ഒക്കെ കാരണമാകുന്നു. മൂലധനം ശേഖരിക്കാൻ ക്യാപിറ്റൽ അക്യുമുലേഷനും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും ഒക്കെ എന്ത് കാരണമാകുന്നു? ആളുകളിൽ സമ്പാദ്യശീലം വളർത്തുന്നത് കാരണമാകുന്നു. അഞ്ചാമത്തെ പ്രാധാന്യമാണ് മണി ഹെൽപ്സ് മാക്സിമൈസിങ് ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിന്, അതായത് നമ്മളൊക്കെ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്താ പറയുക? ഉപഭോക്താവ്, കൺസ്യൂമർ എന്ന് പറയുന്നത്. കൺസ്യൂമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ മാക്സിമത്തിലെത്താൻ, പരമാവധി ആക്കാൻ എന്ത് സഹായിക്കുന്നു? പണം സഹായിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു സാധനത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ആ സാധനം വാങ്ങിയാൽ നമ്മൾക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അതിൻ്റെ പ്രൈസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ സാധനം വേണോ വാങ്ങേണ്ടതെന്ന് തീരുമാനിക്കുക അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയി ഒരു ഷർട്ട് വാങ്ങാനോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഫ്രോക്ക് വാങ്ങാനൊക്കെ നമ്മൾ പോയാൽ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ പ്രൈസ് നോക്കും, നമുക്കത് ഇഷ്ടമായോ എന്ന് നോക്കും അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ അതിൻ്റെ പ്രൈസിന് ഒത്ത വാല്യൂ അതിനുണ്ടോ, ആ സാധനത്തിനുണ്ടോ എന്ന് നമ്മൾ നോക്കിയിട്ടാണ് നമ്മൾ ഓരോ സാധനവും വാങ്ങിക്കുക. അപ്പോൾ ഒരു കൺസ്യൂമർ ഏതൊരു സാധനവും പർച്ചേസ് ചെയ്യുക എന്താണ്? അതിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് പ്രൈസിനോട് ഈക്വൽ ആണോ, അതിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ പ്രൈസിന് ഈക്വൽ ആണോ എന്ന് നോക്കിയിട്ടാണ്. അപ്പോൾ
ഇങ്ങനെ മോണിറ്ററി ടേംസിൽ പ്രൈസ് എന്താ, ഒരു സാധനത്തിന് നമ്മൾ പ്രൈസ് ഇടുന്നത് എന്തുകൊണ്ടാ, നമുക്ക് അതിന് വില, നമുക്ക് അത് പണം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉള്ളതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിന് വില ഇടുന്നത് അല്ലേ. അപ്പോൾ സാധനങ്ങളുടെയും സേവനങ്ങളും മോണിറ്ററി ടേംസിൽ അല്ലെങ്കിൽ പണത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ പണം എന്തിന് സഹായിക്കുന്നു, കസ്റ്റമറുടെ അല്ലെങ്കിൽ കൺസ്യൂമറുടെ സാറ്റിസ്ഫാക്ഷൻ മാക്സിമത്തിലെത്താൻ, പരമാവധിയാക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നു. ഓക്കെ, മണി ഈസ് എ യൂണിവേഴ്സൽ മീൻസ് ഓഫ് എക്സ്ചേഞ്ച് ഫോർ കൺസ്യൂമേഴ്സ്. ദേ ക്യാൻ യൂസ് ഇറ്റ് ടു പ്രൊഡ്യൂസ് എനിത്തിങ് അറ്റ് എനി ടൈം. അത് പണം എന്ന് പറയുന്നത് എന്താ, ഒരു യൂണിവേഴ്സൽ തിങ് ആണ്. കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന് എപ്പോൾ വേണമെങ്കിലും എന്ത് സാധനം വേണമെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പണം സഹായിക്കുന്നു. ഗിവൻ ദ വാല്യൂ ഓഫ് ഓൾ കമ്മോഡിറ്റീസ് ആൻഡ് സർവീസസ് ഈസ് ഡിഫൈൻഡ് ഇൻ ടേംസ് ഓഫ് മണി, കൺസ്യൂമേഴ്സ് മേ സിംപ്ലി അസസ് ദ റിലേറ്റീവ് പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. എല്ലാ സാധനങ്ങളും മണിയുടെ അടിസ്ഥാനത്തിൽ, പണത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചതുകൊണ്ട് തന്നെ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില തമ്മിൽ കമ്പയർ ചെയ്യാൻ സാധിക്കും. കൺസ്യൂമേഴ്സ് ക്യാൻ സിംപ്ലി അലോക്കേറ്റ് ഫണ്ട്സ് ടു പർച്ചേസ് വെറൈറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതുകൊണ്ട് തന്നെ സാധനങ്ങളുടെ വില കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള വെറൈറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, പലതരത്തിലുള്ള സാധനങ്ങളും സേവനങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നു. ഓക്കെ, സിക്സ്ത് വൺ, മണി ഹെൽപ്സ് ഇൻ മാക്സിമൈസിങ് പ്രോഫിറ്റ്സ് ബൈ പ്രൊഡ്യൂസേഴ്സ്. പ്രൊഡ്യൂസേഴ്സ് അല്ലെ, ഉൽപാദകരുടെ ലാഭം പരമാവധിയാക്കാൻ വേണ്ടി മണി ഹെൽപ്പ് ചെയ്യുന്നു. എങ്ങനെ? By equating marginal cost with marginal revenue, producers can quickly assess the money cost and money income of various levels of output and decide on the level of output that optimize their profit. ഒരു പ്രൊഡ്യൂസർ എപ്പോഴും എന്തായിരിക്കും നോക്കുക, മാർജിനൽ കോസ്റ്റ് എന്താണ്, ചെലവ്, അഡീഷണൽ ആയിട്ട് നമുക്ക് എത്ര ചെലവ് വരും, പിന്നെ എന്താ നോക്കുക, മാർജിനൽ ബെനിഫിറ്റ്, അഡീഷണൽ ആയിട്ട് നമുക്ക് എന്ത് ലാഭം കിട്ടും. ഒരു സാധനത്തിന്റെ കോസ്റ്റും ചെലവും അതിന് നമുക്ക് കിട്ടുന്ന വരുമാനവും ഈക്വൽ ആവുന്ന പോയിന്റിലാണ് ആർക്ക് മാക്സിമം ആയിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടാവുക, പ്രൊഡ്യൂസറിന് മാക്സിമം പരമാവധി ലാഭം ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റ് എത്തുന്നുണ്ടോ, അതോ ചെലവാണോ ഈ സാധനത്തിന് കൂടുതൽ, അതോ ഇതിന് വരുമാനമാണോ കൂടുതൽ എന്ന് നോക്കിയിട്ടാണ് ഏതൊരു കാര്യവും പ്രൊഡ്യൂസർ എന്ത് ചെയ്യുക, തീരുമാനിക്കുക. ഓക്കെ, by comparing marginal revenue product of a factor with cash payment that must be made, producers can quickly decide how many units of that elements should be used. അതായത് ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞാൽ ആരാ, സാധനങ്ങളും സേവനങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ. അപ്പോൾ അവരെന്ത് ചെയ്യും, ഒരു ഇൻപുട്ട് എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത് ലാൻഡോ ലേബറോ ക്യാപിറ്റലോ, ഒരു മെഷീൻ ആയിക്കോട്ടെ, ഒരു തൊഴിലാളി ആയിക്കോട്ടെ, എന്തും നമ്മൾ എടുക്കണോ എന്ന് തീരുമാനിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതിൻ്റെ മാർജിനൽ റവന്യൂ പ്രൊഡക്റ്റ്, അതിൻ്റെ ഒരു ഉൽപാദനക്ഷമത ഉണ്ടാവുമല്ലോ, അത് ആ ഉൽപാദനക്ഷമത അവർക്ക് കൊടുക്കുന്ന ക്യാഷ്. അതായത് ഒരു തൊഴിലാളിയുടെ കേസിലാണ് ഇവിടെ എന്നുണ്ടെങ്കിൽ എന്താ, തൊഴിലാളി പണിയെടുക്കുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കണം, അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കുന്ന കൂലിക്ക് ഈക്വൽ ആയിരിക്കണം. അതായത് കൂലിക്കനുസരിച്ച് അയാൾ പണിയെടുക്കുന്നുണ്ടോ എന്ന് നോക്കും. അതുപോലെ ഒരു മെഷീൻ ആണെങ്കിൽ എന്താ, ആ മെഷീന് നമ്മൾ ചെലവാക്കിയ ഒരു ചെലവുണ്ടല്ലോ, ആ ചെലവും അതിൻ്റെ പ്രവർത്തനവും നോക്കും. ആ പൈസക്കുള്ള മെഷീൻ അതുണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രൊഡ്യൂസർ എന്ത് ചെയ്യുള്ളൂ, ഒരു മെഷീൻ എടുക്കുള്ളൂ. അപ്പോൾ ഏതൊരു സാധനവും ഏതൊരു ഇൻപുട്ടും എന്ത് നോക്കിയിട്ട് എടുക്കുള്ളൂ പ്രൊഡ്യൂസർ, അതിൻ്റെ ഉൽപാദനക്ഷമതയും അതിൻ്റെ ക്യാഷും ഈക്വൽ ആണോ എന്ന് നോക്കിയിട്ടേ ഒരു പ്രൊഡ്യൂസർ തീരുമാനിക്കുകയുള്ളൂ. ഓക്കെ, producers can readily compare marginal revenue product of one item against marginal cost of that factor in order to maximize profit. അതുകൊണ്ട് തന്നെ പ്രൊഡ്യൂസർക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് പണം ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സാധനത്തിന്റെ മാർജിനൽ കോസ്റ്റും മാത്രമല്ല അതിൽ കിട്ടാൻ സാധ്യതയുള്ള മാർജിനൽ റവന്യൂവും വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, കമ്പയർ ചെയ്യാൻ പറ്റുന്നു. അതുകൊണ്ട് തന്നെ പണം എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു, പ്രൊഡ്യൂസേഴ്സിന്റെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. Seventh significance, money can help an economy to overcome from recession or depression. ഒരു എക്കോണമിക്ക് ഡിപ്രഷനോ അല്ലെങ്കിൽ റിസഷനോ ഒക്കെ ഓവർകം ചെയ്യാൻ പണം ഹെൽപ്പ് ചെയ്യുന്നു. എന്താ റിസഷൻ അല്ലെങ്കിൽ ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ലേ, സാമ്പത്തിക മാന്ദ്യം. അപ്പോൾ സാമ്പത്തിക മാന്ദ്യം എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത്രേ സാമ്പത്തിക മാന്ദ്യം, ഒരു എക്കോണമി സാമ്പത്തിക മാന്ദ്യം നേരിടുകയാണെങ്കിൽ അതിനർത്ഥം ആ എക്കോണമിയുടെ ഗ്രോത്തും ഡെവലപ്മെന്റ് ഒക്കെ ഡള്ളായിക്കൊണ്ടിരിക്കുകയാണ്, അവിടുത്തെ ബിസിനസ്സൊക്കെ ഡള്ളാവണ്. മാത്രമല്ല അവിടെ അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്, വ്യാപകമായിട്ട് അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്, ആളുകളുടെ ഒന്നും കയ്യിൽ എന്തില്ല, പണം ഇല്ല എന്നാണ് എന്തിൻ്റെ അർത്ഥം. ഒരു എക്കോണമി
എക്കോണമി റിസഷനിലാണ്, ഡിപ്രഷനിലാണ്, സാമ്പത്തിക മാന്ദ്യത്തിലാണ് എന്നൊക്കെ പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അത്തരം സമയങ്ങളിൽ പണം എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു നോക്കാം. മോഡേൺ എക്കണോമിസ്റ്റ് കണ്ടന്റഡ് ദാറ്റ് മണി ഈസ് ക്രൂഷ്യൽ ഇൻ ബ്രിങ്ങിങ് അബൌട്ട് സബ്സ്റ്റാൻറ്റീവ് ചേഞ്ചസ് ഇൻ എക്കോണമി. ഒരു എക്കോണമിയിൽ ചേഞ്ചസ് കൊണ്ടുവരുന്നതിന്, വളരെ വ്യാപകമായ മാറ്റം കൊണ്ടുവരുന്നതിന് എന്ത് സഹായിക്കുന്നു? പണം സഹായിക്കുന്നു എന്നാണ് മോഡേൺ ആയിട്ടുള്ള എക്കണോമിസ്റ്റുകളുടെ വാദം. ഓക്കെ, ദേ ക്ലെയിം ദാറ്റ് ഡ്യൂറിങ് ടൈംസ് ഓഫ് റിസഷൻ ഓർ ഡിപ്രഷൻ when there is a significant amount of excess productive capacity and unemployment, increasing money supply by the monetary authority will increase aggregate demand. അതായത് ഒരു ഡിപ്രഷനോ അല്ലെങ്കിൽ റിസഷനോ ഒക്കെ ഉള്ള സമയത്ത് എന്തുണ്ടായിരിക്കും? എക്കോണമിയിൽ എന്താ നല്ല കപ്പാസിറ്റി ഉണ്ടായിരിക്കും, പക്ഷേ വ്യാപകമായിട്ടുള്ള അൺഎംപ്ലോയ്മെന്റ് ആണ്. ആളുകളുടെ ആരുടെയും കയ്യിൽ എന്തുണ്ടല്ല, പണം ഉണ്ടാവില്ല. അതാണ് സാമ്പത്തിക മാന്ദ്യത്തിലുള്ള ഒരു പ്രത്യേകത. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ മോണിറ്ററി അതോറിറ്റി എന്ത് ചെയ്താൽ, മണി സപ്ലൈ കൂട്ടിയാൽ, മണി സപ്ലൈ പറഞ്ഞാൽ എന്താ, ഈ നമ്മുടെ എക്കോണമിയിൽ ലഭ്യമായിട്ടുള്ള പണത്തിന്റെ അളവിനെയാണ് നമ്മൾ എന്താ പറയുക, മണി സപ്ലൈ എന്ന് പറയുന്നത്. മണി സപ്ലൈ വർദ്ധിച്ചാൽ എന്ത് സംഭവിക്കും? മണി സപ്ലൈ കൂടുകയാണെങ്കിൽ then this will increase output and employment. അത് എന്തിനു കാരണമാവുന്നു? അഗ്രിഗേറ്റ് ഡിമാൻഡ്, സാധനങ്ങളുടെ സേവനങ്ങളുടെ ഒക്കെ ഡിമാൻഡ് കൂടാനും, അതുപോലെ തന്നെ ഔട്ട്പുട്ട് വർദ്ധിക്കാനും, എംപ്ലോയ്മെന്റ് കൂടാനും, ആളുകൾക്ക് കൂടുതൽ തൊഴിൽ കിട്ടാനും, പ്രൊഡക്ഷൻ കൂടാനും, അതുപോലെ ലീഡ് ടു എക്കണോമിക് ഗ്രോത്ത്. അൾട്ടിമേറ്റ്ലി അത് എന്തിന് കാരണമാകുന്നു? സാമ്പത്തിക വളർച്ചയ്ക്കും കാരണമാകുന്നു. അപ്പോൾ ഒരു ഡിപ്രഷനിലുള്ള എക്കോണമി, മാന്ദ്യത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു എക്കോണമിയെ രക്ഷിക്കാൻ എന്തിനെ സഹായിക്കും? മണി സപ്ലൈക്ക് സാധിക്കും. ഈ മണി സപ്ലൈ ആരാ കൂട്ടുക? നമ്മുടെ ഗവൺമെന്റ്. ഒന്നുകിൽ ഗവൺമെന്റ് കൂടുതൽ കറൻസി പ്രിന്റ് ചെയ്തുകൊണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്തെയും മണി സപ്ലൈ കൂട്ടാൻ വേണ്ടിയിട്ട് കുറഞ്ഞ പലിശയ്ക്ക് ലോൺ കൊടുക്കുക, അങ്ങനെയുള്ള കുറച്ച് ഫിസ്ക്കൽ മോണിറ്ററി പോളിസിയിലൂടെയോ അല്ലെങ്കിൽ ഗവൺമെന്റ് അതെയും ഫിസ്ക്കൽ പോളിസിയിലൂടെയൊക്കെ മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ അതെന്തിന് കാരണമാവുന്നു? റിസഷനോ അല്ലെങ്കിൽ ഡിപ്രഷനൊക്കെ ഓവർകം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അടുത്ത് നോക്കൂ, മണി ഹെൽപ്സ് ഇൻ ഫ്രെയിമിംഗ് ഗവൺമെന്റ് പോളിസി. ഗവൺമെന്റിന് അതിന്റെ പോളിസി, നയങ്ങൾ രൂപീകരിക്കാൻ പണം ഹെൽപ്പ് ചെയ്യുന്നു. എങ്ങനെ? ദ ഫങ്ഷനിങ് ഓഫ് ദി ഗവൺമെന്റ് ഈസ് ക്രൂഷ്യൽ ഇൻ ദ മോഡേൺ എക്കോണമി. നമുക്കറിയാം അല്ലേ, നമ്മുടെ ഇന്നത്തെ ഒരു മോഡേൺ ലോകത്ത് എന്താണ് ഗവൺമെന്റിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമേറിയിട്ടുള്ളതാണ്. ടാക്സസ്, ഫീസ്, ദ കോസ്റ്റ് ഓഫ് പബ്ലിക് യൂട്ടിലിറ്റി സർവീസസ് and other forms of revenue are received by the government. ടാക്സ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ജനങ്ങളിൽ നിന്ന് നികുതി പിരിക്കുന്നുണ്ട്. അതുപോലെ ഫീസ്, പലതരത്തിലുള്ള ഫീസ് ഗവൺമെന്റ് വാങ്ങുന്നുണ്ട്. മാത്രമല്ല കോസ്റ്റ് ഓഫ് പബ്ലിക് യൂട്ടിലിറ്റി സർവീസ് പറഞ്ഞാൽ ഇപ്പോൾ റോഡ്, ചില റോഡിനൊക്കെ ടോള് കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ നിങ്ങൾ? പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പാർക്ക്, പബ്ലിക് ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള പാർക്കുകൾ, ഇതൊക്കെ പബ്ലിക് യൂട്ടിലിറ്റി സർവീസാണ്. അപ്പോൾ അതിനുള്ള ചെലവ്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള റവന്യൂ ആരുണ്ടാക്കുന്നുണ്ട്? റിസീവ്ഡ് ബൈ ഗവൺമെന്റ്. ഗവൺമെന്റ് ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല വിച്ച് യൂസസ് ദം ഫോർ ഓപ്പറേഷണൽ ആൻഡ് ഡെവലപ്മെന്റൽ നീഡ്സ്. ഇങ്ങനെ ഗവൺമെന്റ് ഉണ്ടാക്കുന്ന വരുമാനമൊക്കെ ഗവൺമെന്റ് എന്താ ചെയ്യുന്നത്? ജനങ്ങളുടെ തന്നെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, എന്താണ് ജനങ്ങളുടെ തന്നെ വെൽഫെയറിന് വേണ്ടിയിട്ട് ഒരുപാട് ഓപ്പറേഷൻ, അതിന്റെ തന്നെ ഫങ്ഷൻസ് നിറവേറ്റാൻ വേണ്ടിയിട്ട്, അതിന്റെ ഗവൺമെന്റിന്റെ ഒരുപാട് ധർമ്മങ്ങളൊക്കെ നിറവേറ്റാൻ വേണ്ടിയിട്ട് ചെലവാക്കുന്നുമുണ്ട് അല്ലേ. However, a modern state's enormous public revenues and expenditure would be unthinkable without money. പണമില്ലാതെ ഈ ഗവൺമെന്റിന്റെ ഇനോമസ് ആയിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ, അതായത് ചെലവും വരുമാനവും, ഇതിൻ്റെ ഒന്നും കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പണമില്ലാതെ ആലോചിക്കാൻ കൂടി പറ്റില്ല അല്ലേ. ഗവൺമെന്റ് ചെലവാക്കുന്നത് എപ്പോഴും കോടികളൊക്കെ ആയിരിക്കും അല്ലേ. ഗവൺമെന്റ് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടും എക്കണോമിക് വെൽഫെയറിന് വേണ്ടിയിട്ടൊക്കെ കോടികൾ നമ്മളെ ഗവൺമെന്റ് ചെലവാക്കാറുണ്ട്. അപ്പോൾ ഇത് പണമില്ലാതെ നമുക്ക് ഈ കോടികൾ എങ്ങനെ ചെലവാക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല എന്നാണ് പറയുന്നത്. Additionally, only monetary economy may use fiscal tools like public borrowing, deficit financing for economic development. അത് മാത്രമല്ല, ഒരു രാജ്യത്തുള്ള മോണിറ്ററി എക്കോണമിയിൽ മാത്രമേ എന്ത് പറ്റുള്ളൂ? പണം ഉപയോഗിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയിൽ മാത്രമേ എന്ത് സാധിക്കുന്നുള്ളൂ? ഫിസ്ക്കൽ ടൂൾസ് ആയിട്ടുള്ള, ഗവൺമെന്റിന്റെ ടൂൾസ് ആയിട്ടുള്ള പബ്ലിക് ബോറോവിങ്, ഗവൺമെന്റ് എന്ത് ചെയ്യും? ആളുകളുടെ കയ്യിൽ നിന്നുള്ള കടം വാങ്ങൽ, അതുപോലെ തന്നെ ഡെഫിസിറ്റ് ഫിനാൻസിങ് എന്ന് പറഞ്ഞാൽ ഒരു ടേമാണ് എക്കണോമിക്സിലെ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ ചെലവ്, ഗവൺമെന്റിന് കിട്ടുന്ന വരുമാനത്തേക്കാൾ ഗവൺമെന്റിന്റെ ചെലവ് കൂടുതലാവുമ്പോൾ ഗവൺമെന്റ് കൂടുതൽ കറൻസി പ്രിന്റ് ചെയ്തുകൊണ്ട് ഈ ആവശ്യങ്ങൾ അതിന്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുന്നതാണ് ഡെഫിസിറ്റ് ഫിനാൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യും? പബ്ലിക്കിന്റെ കയ്യിൽ നിന്നുള്ള ബോറോവിങ്, മാത്രമല്ല ഡെഫിസിറ്റ് ഫിനാൻസിങ്, ഇതൊക്കെ നടത്തുന്നതിന് എന്ത് കാരണമാവുന്നു?
മണി കാരണമാകുന്നുണ്ട്. അപ്പോൾ ഗവൺമെന്റിന്റെ അതിന്റെ പോളിസീസ് ഒക്കെ രൂപീകരിക്കുന്നതിന് പണം കാരണമാകുന്നു. മൂവിങ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. Since budgetary operations which are made possible by the institutions of money can be used to control economic activities. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ ബജറ്ററി ഓപ്പറേഷൻസ്, നമുക്കറിയാം ഗവൺമെന്റ് എന്തെയും എല്ലാ സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിൽ ഗവൺമെന്റ് എന്തെയും ബജറ്റ് പ്രഖ്യാപിക്കും അല്ലേ. എന്താ ബജറ്റിൽ ഉണ്ടാവുക? ഗവൺമെന്റ് ഒരു വർഷം അടുത്ത ഒരു വർഷത്തേക്ക് എന്തൊക്കെ ചെലവുകളാണ്, എത്രയൊക്കെ വരുമാനം ലഭിക്കും എന്നുള്ളതിൻ്റെ ഒരു രേഖയാണ് ബജറ്റ് അല്ലേ. അപ്പോൾ ബജറ്ററി ഓപ്പറേഷൻസ് പണമില്ലാതെ എത്ര ചെലവാകും, എത്ര വരുമാനം ഉണ്ടാവും എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റൂല അല്ലേ. കൂടാതെ ഗവൺമെന്റിന്റെ പല സാമ്പത്തിക പ്രവർത്തനങ്ങളും കൺട്രോൾ ചെയ്യുന്നതിനും, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഫിസ്ക്കൽ പോളിസി അല്ലേ, ഫിസ്ക്കൽ പോളിസി എന്ന എന്തൊക്കെ ഉൾപ്പെടും? ഗവൺമെന്റിന്റെ ബോറോവിങ്, ഡെഫിസിറ്റ് ഫിനാൻസിങ്, ടാക്സേഷൻ ഒക്കെ ഗവൺമെന്റിന്റെ ഫിസ്ക്കൽ പോളിസിയിൽ ഉൾപ്പെടും. ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ എക്കണോമിക് ലൈഫ്, ഒരു സാമ്പത്തിക പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥയുടെ പ്രവർത്തനത്തിൽ വളരെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. Thus, money has significant impact on how a nation's economy is shaped. അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ എങ്ങനെ ഷേപ്പ് ചെയ്തു വരുന്നു, എങ്ങനെയാകുന്നു എന്നതിൽ പണം വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് 8ാമത്തെ പ്രാധാന്യമായിട്ടുള്ള മണി ഹെൽപ്സ് ഇൻ ഫ്രെയിമിംഗ് ഗവൺമെൻറ് പോളിസീസ്. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് സിഗ്നിഫിക്കൻസ് ഓഫ് മണിയാണ് അല്ലേ. പണത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ക്ലാസ് റിവൈസ് ചെയ്ത് കാണുക. പിന്നെ സിഗ്നിഫിക്കൻസ് ഓഫ് മണി നമ്മൾ ഫങ്ഷൻസ് ഓഫ് മണി ആയിട്ട് ഭയങ്കരമായിട്ട് ബന്ധമുണ്ട് അല്ലേ. എന്തൊക്കെയാണ് മണിയുടെ ധർമ്മങ്ങൾ, അത് തന്നെയാണ് മണിയുടെ ഏറെക്കുറെ സിഗ്നിഫിക്കൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ സി യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വിത്ത് നെക്സ്റ്റ് മൊഡ്യൂൾ, നെക്സ്റ്റ് യൂണിറ്റ്. സി യു.